ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? ഓക്കെ. പിന്നെ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. ഇത് ഒരു ക്ലാസ്സോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഇനി മെഡിക്കൽ റിലേറ്റഡ് ഡൗട്ട്സ് ആണെങ്കിൽ എനിക്കത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കാം. പിന്നെ നിങ്ങളൊക്കെ എവിടെന്നാ? സ്ഥലം എവിടെയാ നിങ്ങളുടെയൊക്കെ? കോഴിക്കോട്, തൃശ്ശൂര്, പാലക്കാട്. മലപ്പുറം, കോട്ടയം. ഓക്കെ. അപ്പോ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു എന്താ പറയാ മീറ്റിംഗിൽ വരുന്നത്. നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എന്റെ പേര് അർഫ. ഞാൻ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും വോയിസ് അയക്കാറുണ്ടല്ലോ. ഷുഗർലാൻഡ് വുമൺ എംപവർമെന്റ് കോച്ചാണ്. എന്റെ സ്ഥലം ട്രിവാൻഡ്രം ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്നെ പറ്റിയിട്ടുള്ള വിവരങ്ങള്. ഓക്കെ, കൊല്ലം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, റെഡി. സോ നമുക്ക് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ 19 ആൾക്കാർ ഇപ്പോ കേൾക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അങ്ങനെ വലിയ കാര്യമുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല. ഇപ്പൊ എന്താ നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തന്നെ മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ടുള്ളതാണ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഹാപ്പി ആണോ, റിലാക്സ്ഡ് ആണോ, കാം ആണോ, ഇറിറ്റേറ്റഡ് ആണോ, കൺഫ്യൂസ്ഡ് ആണോ? എന്താ പറയാ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ഇമോഷൻ? എന്താണ് ഇപ്പൊ, എന്താ നിങ്ങളുടെ മൂഡ്? റിലാക്സ്ഡ് ആണോ? ആരൊന്നും പറയുന്നില്ല. ഫസ്റ്റ് മനസ്സിലായില്ല. ഓക്കെ. ഇറിറ്റേറ്റഡ് ആൻഡ് കൺഫ്യൂസ്ഡ്, കാം, കൺഫ്യൂസ്ഡ്, കൺഫ്യൂസ്ഡ്, കാം. ഓക്കെ. സോ പല ആൾക്കാർ പല റെസ്പോൺസസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്താ പറയാ, നമ്മള് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമല്ല, അല്ലേ? നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലായാലും PCOS എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന സിംറ്റംസിൽ പെടുന്നതാണ് മൂഡ് സ്വിങ്സ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹെയർ ഗ്രോത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു PCOS വാരിയറിന് മാത്രമേ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സും എന്താ പറയാ ആ ഒരു വളരെ മനസ്സിന്. ആരുടെങ്കിലും മൈക്ക് ഓൺ ആണോ? ഒന്ന് ഓഫ് ചെയ്യാവോ? ഓക്കെ. അപ്പോ അത് ഒരുപക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പൊ അത് അവര് മനസ്സിലാക്കാത്തതും നമുക്കൊരു ബുദ്ധിമുട്ടാവും, നമ്മളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മൂഡ് സ്വിങ്സ് എന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാനൊരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന മാതിരി ഞാൻ പറയാണ്. മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ PCOSലെ പ്രധാനപ്പെട്ട ഒരു കോസ് ആയിട്ട് പറയുന്നതാണ്, അല്ലെ? അപ്പോ ഈ ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ മൂഡ് റെഗുലേറ്റിംഗ് ഹോർമോൺസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സെറട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോൺ ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് ഈ ഒരു എന്താ പറയാ ഈ ഹോർമോൺസിന്റെ പ്രവർത്തനത്തെ കൂടി ഇല്ലാതാക്കും. അതിന്റെ ബാലൻസ് തന്നെ മാറും. അപ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ബ്ലഡില് ഷുഗറിന്റെ ലെവൽ കൂടുതലായാലും കുറവായാലും നമുക്ക് എന്താ മൂഡ് സ്വിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ്, അറ്റ്മോസ്ഫിയർ, സൊസൈറ്റി, അല്ലെങ്കിൽ ബോഡി ഇമേജ്, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷെ അത് എല്ലാവർക്കും സബ്ജക്റ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ,
ഇപ്പൊ നമ്മുടെ ബോഡി ഇമേജ് എന്നുള്ളൊരു സാധനം എടുത്തോ. അത് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ PCOS ഉള്ള ഒരു കുട്ടിക്ക് മുഖത്ത് രോമം ഉണ്ടാവും, മുഖക്കുരുക്കൾ ഉണ്ടാവും, മുടി ഫുൾ കൊഴിയുന്നുണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ മുടിക്ക് ഒട്ടും ഉള്ളില്ല, പക്ഷെ ബാക്കി മുഖത്തൊക്കെ വളർന്ന രോമത്തിന് നല്ല ഉള്ളുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും ഇങ്ങനെയൊക്കെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു ഇല്ല എന്നുള്ളത് നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെയാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ നമ്മളിലാണ് വിശ്വസിക്കാനുള്ളത്. ഇവിടെ ഓവർ തിങ്ക് ചെയ്യുന്ന ബിഹേവിയർ ഉള്ള ആരൊക്കെ ഉണ്ട്? ആരും ഓവർ തിങ്ക് ചെയ്യാറില്ല എന്നൊന്നും പറയല്ലേ, ഞാൻ കണ്ടുപിടിക്കും, എനിക്കറിയാം. പറയൂ, നിങ്ങളൊന്ന് ജസ്റ്റ് എന്താ പറയാ, എന്തെങ്കിലും റിയാക്ഷൻസ് ഇട്ടാവും. ഓക്കെ, ഓവർ തിങ്കിങ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ലാസ്റ്റ് വീക്കിൽ നിങ്ങളൊരു ഓവർ തിങ്കിങ്ങിന്റെ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഓവർ തിങ്കിങ് ചെയ്തിട്ടുണ്ടാവും? ഭയങ്കര കൂടുതലാണോ, അതോ മോഡറേറ്റ് ആണോ, അതോ കുറവായിരുന്നോ കമ്പാരിറ്റീവ്ലി? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സ്കെയിൽ? എങ്ങനെയായിരുന്നു? മാക്സിമം, കൂടുതലായിരുന്നു, ഹൈ ആയിരുന്നു? ഓക്കെ, ഓക്കെ. നമുക്ക് ഒരുപാട് ആൾക്കാർ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി ചെയ്താലോ? റെഡി ആണോ എല്ലാരും? റെഡി? ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം മെമ്മറീസിനെയാണ് നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ എന്താ പറയാ, പാസ്റ്റിലുള്ള മെമ്മറീസിനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയാ. അപ്പോ എന്താണ് പ്രസന്റ്? പ്രസന്റ് എന്ന് പറയുന്നത് ഇപ്പോ ഇതിനിടയ്ക്ക് ഇടയ്ക്ക് നിൽക്കുന്ന സംഭവമാണ്. നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇപ്പൊ എവിടെയാണുള്ളത്? നിങ്ങൾ ഇപ്പൊ എന്ത് കേൾക്കുന്നു? നിങ്ങളുടെ ചുറ്റുപാട് ഇപ്പൊ എന്താണുള്ളത്? അതിനാണ് നമ്മൾ പ്രസന്റ് എന്ന് പറയാ. അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ മനസ്സിന്ന് നമ്മൾ പാസ്റ്റും നമ്മുടെ ഫ്യൂച്ചറും കട്ട് ഡൗൺ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ എവിടെയാണ് അവിടെയാണ് നിങ്ങളുള്ളത്, അവിടെയാണ് നിങ്ങളെ മനസ്സ് വരേണ്ടത്. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഭയങ്കര എല്ലാവരും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ. പ്രത്യേകിച്ച് PCOS ഉള്ള ഒരു കുട്ടിക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരുമ്പോഴേക്കും ബ്രെയിൻ ഫോഗും വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫുൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും മറ്റേ സോൺ ഔട്ട് ഒക്കെ ആയി പോവാന്നുള്ള രീതിക്ക് ഇപ്പൊ നിങ്ങൾ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കോ, ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് നിങ്ങൾ നോക്കുന്നില്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫുൾ എന്താ പറയാ, അവിടെ എന്തൊക്കെയോ നടക്കുന്നു, നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത പോലെ. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. സോ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോ നിങ്ങൾ ഇപ്പൊ എല്ലാവരും എവിടെയാണോ ഇരിക്കുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക, കാം ആയിട്ട് ഇരിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്റെ കൂടെ ബ്രീത്ത് ചെയ്യണം. ഓക്കെ? അപ്പോ 4 സെക്കൻഡിൽ ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് എക്സെയിൽ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ ഇപ്പൊ ഉള്ളത് ഇവിടെ, നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളൊരു ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്താ പറയാ, യു ആർ സോ അമേസിങ്, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. നമുക്ക് ഒരു പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങൾ ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ ഉണ്ട് എന്നത് തന്നെ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിന് സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നിങ്ങൾ ഇപ്പൊ എവിടെയാണുള്ളത് അവിടെ നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ കാലിൽ എവിടെയാണുള്ളത്, നിങ്ങളുടെ സെൻസറി ഓർഗൻസ്, നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ നിങ്ങൾ കണ്ണടച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ
ഇപ്പോ എന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, പുറത്തുള്ള എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടാവും, പിന്നെ റൂമിലുള്ള സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും സ്കിന്നിൽ ടച്ച് ചെയ്യുന്നുണ്ടാവും, പിന്നെ തറയിലെ കാലിലെ തണുപ്പടിക്കുന്നുണ്ടാവും. അങ്ങനെ പല സെൻസറി അല്ലെങ്കിൽ പല എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഇപ്പൊ കടന്നുകൊണ്ട് പോവാണ്. അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, കാം ഡൗൺ. സോ ഐ ഹോപ്പ് എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് എന്താ തോന്നിയത് നിങ്ങൾക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയോ? ഒരുപാട് പേര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയോ? ഓക്കെ. ശരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പല ആൾക്കാരും പറയാറുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്തിട്ടാനാ, ഒന്ന് വെറുതെ ശ്വാസം വലിച്ചെടുത്തിട്ട് നമുക്ക് എന്താ ഗുണം? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ പറയുന്നവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ബാക്കിയുള്ളവർ ഇതിലൊന്നും ഒരു ഗുണമില്ല എന്ന് പറഞ്ഞാല് നമ്മൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തോറ്റു എന്നാണ് അർത്ഥം. അതിനർത്ഥം നമ്മള് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസ് കേൾക്കണ്ട എന്നല്ല. എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പോ ഓക്കെ ആണ് എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം. ബാക്കിയുള്ളവരിൽ എടുത്തത് നല്ലത് നിങ്ങൾക്ക് എടുക്കാം, അവർ പറഞ്ഞ നല്ല കാര്യങ്ങൾ എടുക്കുക, അവർ പറഞ്ഞ മോശം കാര്യങ്ങൾ നമുക്ക് വിടാം. ഏതൊരു കാര്യത്തിലും പോസിറ്റിവിറ്റി കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി സ്കില്ലാണ്. അത് നിങ്ങൾക്ക് ലൈഫിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ലൈഫ് പിന്നെ അടിപൊളിയാവും. ഓക്കെ, സോ മൂഡ് സ്വിങ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കിയാലോ? ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലെ ഹാബിറ്റ്സ് കൂടെ നമ്മുടെ മൂഡ് സ്വിങ്സ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിക്കുന്ന മീല്, നമ്മൾ കിട്ടുന്ന പ്രോട്ടീൻ, ന്യൂട്രീഷൻ ഒക്കെ ഇതിലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻ കണ്ടന്റ്, മാത്രമല്ല നമ്മുടെ ഹൈഡ്രേഷൻ, നമ്മുടെ സ്ലീപ്പ്, പിന്നെ നമ്മുടെ മനസ്സ് എത്രത്തോളം റിലാക്സ്ഡ് ആണ്, നമ്മുടെ മനസ്സ് എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, ഇതൊക്കെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ്സും ഇതേപോലെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഇപ്പൊ ചെയ്തില്ലേ, അതൊരു മൈൻഡ്ഫുൾനെസ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ചെയ്ത ഈ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സിന് ഒരു ഉദാഹരണമാണ്. ആൻഡ് മെഡിറ്റേഷൻ, പക്ഷെ നിങ്ങൾക്ക് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഐ വുഡ് നോട്ട് പ്രിഫർ ദാറ്റ്. either you can go for mindfulness. Okay. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ട് തോന്നുകയാണ്, കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുകയാണ്, എന്താ പറയാ, മനസ്സിലുള്ള കാര്യങ്ങൾ ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തോട്ട്സിനെ നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതി വെക്കാം. ഇനി എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും, പാരന്റ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും, നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കിപ്പോ ഒരു പനി വന്നാല് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും, പക്ഷെ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇൻകൺവീനിയൻസിന് മെന്റൽ ഹെൽത്ത് സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും. കണ്ടില്ല എന്ന് നടിക്കുന്നത് പറയുമ്പോൾ നമ്മളിങ്ങനെ, നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായി, അപ്പൊ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? ഒരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്ന് വേഗം കമന്റ് ചെയ്തേ നോക്കട്ടെ. ആരും ഒന്നും പറയുന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, എഗെയിൻ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് തിങ്ക് ചെയ്യും. ഓക്കെ, കുറച്ച് ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങക്ക് ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നടന്നു, നിങ്ങളെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചൊന്നും കാര്യം നടന്നില്ല, എന്നാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ഒരു സങ്കടം, അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിലൊരു വിങ്ങൽ, ഒരു കട്ടി, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ഓക്കെ,
അപ്പോ നിങ്ങൾ അത് എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഓൾവേസ് ടോക്ക് വിത്ത് ഹസ്ബൻഡ്. അതൊരു നല്ല എന്താ പറയാ കോപ്പിംഗ് മെക്കാനിസം ആണ്. ക്രൈയിങ് ഒരുപാട് പാനിക്, സ്ട്രെസ് ആകും, എന്തുകൊണ്ടാ വരുന്നതെന്ന് തിങ്ക് ചെയ്യും. നിങ്ങളിങ്ങനെ ഉറങ്ങാറുണ്ടോ? ഉറങ്ങുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, സിനിമ കാണുക, അങ്ങനെയുള്ള ഹാബിറ്റ്സ്. ഓക്കെ, സ്ട്രെസ്, ക്രൈയിങ്. നമ്മള് കരയുമ്പോൾ നമ്മൾ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക? നമ്മുടെ സൈഡ് മ്യൂസിക് കേൾക്കും, ഫുഡ്, സ്ലീപ്പ്. ഓക്കെ, നമ്മൾ കരയുമ്പോൾ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുക? നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ സെൽഫ് ബ്ലെയിമിങ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്താ എനിക്ക് മാത്രം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടാ എനിക്ക് ഇങ്ങനെ വന്നത്. നമ്മളെ സെൽഫ് ബ്ലെയിമിങ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളെ കുറ്റപ്പെടുത്തും. നമുക്ക് ആകെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും, സ്ട്രെസ് ആവും. അപ്പൊ നമ്മൾ ഇതിനെ മര്യാദയ്ക്ക് അപ്പൊ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫിൽ പിന്നീട് ഒരു സമയത്ത് നമുക്കൊരു മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് നമ്മളെന്താ, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ സംസാരിച്ച് നോക്കിയാവും, ബട്ട് അത് ഹസിന് മനസ്സിലാവില്ല. ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരാളോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹസ്ബൻഡിന് മനസ്സിലാവില്ല എങ്കിൽ നിങ്ങൾ തന്നെ പരസ്പരം രണ്ടാൾക്കാരും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഹസ്ബൻഡിനോട് ഇരുത്തി സംസാരിക്കുക. മൂപ്പർക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എന്താ അശ്വതിന്റെ ഇമോഷൻസ് പറയാം, എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ വിഷമം ഉണ്ടായി, എനിക്ക് ഇത്രയ്ക്ക് എന്റെ മനസ്സിന്റെ വിഷമിപ്പിച്ചു എന്ന് ഓപ്പൺ ആയിട്ട് പറയുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ എത്രത്തോളം സൈലന്റ് ആയിരിക്കുന്നോ അപ്പുറത്തിരിക്കുന്ന ആൾക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ സൈലന്റ് ആയിരുന്നാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം, എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ട് എന്ന് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഓക്കെ, അതിപ്പോ നിങ്ങൾ ആരോടായാലും, ഹസ്ബൻഡിനോടായാലും, ഫാമിലിനോടായാലും, ഫ്രണ്ട്സിനോടായാലും. ഇപ്പൊ ഫ്രണ്ട്സ് എന്തെങ്കിലും ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്കത് വിഷമമായെങ്കിൽ തുറന്ന് പറയാ. നമ്മളിതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മളാണ് നമ്മളെ വീണ്ടും കുത്തി നോവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഉരുകി ഉരുകി തീരുകയാണ്. ഓക്കെ, ബാക്കിയുള്ള ആള് ഒന്നും അറിയുന്നില്ല ഇതിനെ പറ്റിയിട്ട്. നമ്മൾ പക്ഷെ നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ ഉരുകി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എപ്പോ നമ്മൾ ഓക്കെ അല്ല എന്ന് തോന്നുന്നു, നമ്മൾ കോപ്പിംഗ് മെക്കാനിസം എന്നാണ് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എന്ന് പറയുമ്പോഴേക്കും എന്താ പറയാ, നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന ഇൻ ദ സെൻസ് സ്ട്രെസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്ന എന്നല്ല. ഇപ്പോ ടോക്സിക് ആയിട്ടുള്ളൊരു കോപ്പിംഗ് മെക്കാനിസം എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ തന്നെ സെൽഫ് ബ്ലെയിമിങ് ചെയ്യുക എന്നുള്ളത് ടോക്സിക് ആയിട്ടുള്ളൊരു കോപ്പിംഗ് മെക്കാനിസം ആണ്. നമുക്ക് ഓക്കെ, എടാ നമുക്കപ്പോ ചെയ്യാൻ പറ്റുന്നത്, ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിങ്ങിന് പോവാം. 1-to-1 പേഴ്സണൽ കൗൺസിലിങ്ങിന് പോവാം, കപ്പിൾ കൗൺസിലിങ്ങിന് പോവാം. അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. മേ ബി ഒരാൾ പറയുമ്പോഴേക്കും ചിലപ്പോൾ മൂപ്പർക്ക് മനസ്സിലായാലോ. ആളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതൊക്കെ പറഞ്ഞു, ബട്ട് അത് മനസ്സിലാക്കുന്നില്ല. ആക്ച്വലി ഐ എം സോറി ഫോർ ദാറ്റ്. ആൻഡ് അശ്വതി, യു ആർ ഡൂയിങ് ആക്ച്വലി വെരി ഗുഡ് ജോബ്. ബിക്കോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. സംസാരിക്കാൻ ശ്രമിച്ചു, സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോ ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. അത് നിങ്ങളുടെ ഹസ്ബൻഡ് വിചാരിച്ചാൽ നടക്കില്ല, ഫാമിലി വിചാരിച്ചാൽ നടക്കില്ല, ഫ്രണ്ട്സ് വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആവണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് ഇടേണ്ടത്. നമ്മുടെ ബോഡി പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, നമ്മളൊരു ബെറ്റർ സെൽഫിന് വേണ്ടിയിട്ട്. കാരണം ബാക്കിയുള്ളവരെ അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, അവര് നമ്മളെ മനസ്സിലാക്കും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ. നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. യു ക്യാൻ കം അക്രോസ് ദ തിങ്.
നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ. സോ കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നോ യൂട്യൂബില്? പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടേണ്ട വോയിസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതിനു മുൻപ്? ഓക്കെ, കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാന്? ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല? നോ ഡൗട്ട്സ്? ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ നമ്മുടെ ലൈവിൽ 22 ആൾക്കാരാണുള്ളത്. ബ്രെയിൻ ഫോം ബ്രീത്തിങ് എക്സസൈസ് വഴി ചേഞ്ച് ആവുമോ? യെസ്, നമുക്കൊരു റിലീഫ് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ബ്രെയിൻ ഫോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സാധനത്തിലേക്ക് കോൺസ്റ്റന്റ്ലി നമ്മളിങ്ങനെ നമുക്ക് അതിൽ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിപ്പോ അതിന്റെ സോഴ്സ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇത്ര ഇൻഫർമേഷൻ ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. ഈ ഇത്രയും ഇൻഫർമേഷൻസ് വരുമ്പോഴാണ് ബ്രെയിൻ ഫോഗ് ഉണ്ടാകുന്നത്. നമ്മുടെ ബ്രെയിനിനാകെ ആകെ കൺഫ്യൂഷൻ ആയി പോകും. ഇതിപ്പോ എവിടെയാ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സാധനം വരും. അത് ബ്രീത്തിങ് എക്സസൈസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, നമുക്കൊന്ന് നിങ്ങൾ ഇപ്പൊ ചെയ്തില്ലേ ആ ഒരു റിലാക്സ്ഡ് ഫീലിംഗ്, അത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ് ചെയ്താലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കോഴ്സ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ പറ്റും. എനിക്കില്ലാത്തതിനോടൊരു മടുപ്പാണ്. ഓക്കെ. എടാ, എന്താണ് PCOSന്റെ ബുദ്ധിമുട്ടാണോ? അപ്പൊ നമുക്കിങ്ങനെ എന്താ പറയാ, ഈ കാര്യം വെച്ചിട്ട് കറക്റ്റ് എന്താ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ. അശ്വതി, കാമായിട്ടിരിക്കുക, നമുക്കെല്ലാം റെഡിയാക്കാം. ഞാൻ വീണ്ടും ഒരു കാര്യം പറയാണ്, മോക്ക് എന്താ പറയാ, മോക്ക് ഇത് പറ്റുന്നില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ സാധനം പറ്റുന്നില്ല, ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. നമ്മള് പനി വരുമ്പോൾ ഡോക്ടറിനെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ആള് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ നമ്മളെ നമ്മളൊരു ബെറ്റർ വേർഷൻ ആക്കും. നമ്മുടെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ആൾക്ക് പറഞ്ഞു തരും. അത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ലൈഫിൽ വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരു മടുപ്പ് തോന്നുക, അല്ലെങ്കിൽ എന്താ പറയാ, ഇഷ്ടപ്പെടുത്ത പീരിയഡ്സ് ഡിലേ ആകുമ്പോൾ ടെൻഷൻ ആവും, എല്ലാത്തിനും ഒരു മടുപ്പ് തോന്നുന്നു. ഓക്കെ. എടാ, നമ്മള് പീരിയഡ്സ് ഡേ അത് നമുക്ക് ഒരു തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് PCOS ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു ക്ലയന്റിന് ഓൾമോസ്റ്റ് 9 മന്ത്സോളം പീരിയഡ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോ പല തരത്തിലുള്ള ഇമോഷനാണ് ഈ 9 മാസക്കാലം നമുക്ക് തോന്നുന്നതല്ലേ. ആളുടെ ഒരു നേച്ചർ വെച്ചിട്ട് ആള് കുറെയൊക്കെ വിട്ട് കളഞ്ഞു. ലൈക്ക് പീരിയഡ്സിനെ പറ്റിയിട്ട് ചിന്തിച്ചതേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില സമയത്ത് ഇതേപോലെയുള്ള ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. അപ്പൊ ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ചെറിയ തരത്തിലുള്ള പാനിക് അറ്റാക്സ് വരാറുണ്ടായിരുന്നു. അപ്പോ മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയാ, അപ്പൊ നമ്മൾ അയ്യോ ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ, ഞാൻ ഇത്ര വൃത്തിയുടെയാണോ, അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ പറയുന്ന ചെറിയ കാര്യങ്ങള് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കത് കൊള്ളും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആലോചിച്ചിട്ട് പിന്നെ ഫുൾ പോകും. ആ ഒരു സാധനം ശരിക്കും പറഞ്ഞാല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുക നമുക്ക് ഇതിന് എന്താണ് എടുക്കാനുള്ളത്.
നമുക്ക് എന്താണ് നമുക്ക് ഇതിന്ന് എന്താ പറയാ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തന്നെ ചൂസ് ചെയ്യാം. എന്ത് ചെയ്യാനും മനസ്സിലൊരു പേടിയാണ്. എടാ നമ്മള് ഇതിന് എക്സ്പോഷർ തെറപ്പി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് പെട്ടെന്നെടുത്ത് ചെയ്യല്ല, ഗ്രാജുവൽ ആയിട്ട് പതുക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെക്കുക. ആ ചെറിയ ചെറിയ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു എക്സാം, നിങ്ങൾക്ക് ഇപ്പൊ ഒരു വലിയ എക്സാം വരികയാണ്, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും നല്ല ടെൻഷൻ ഉണ്ടാവില്ലേ? പക്ഷെ നിങ്ങളൊരു ഒരു 2 വരി വായിക്കും, അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടില്ലേ? ഞാൻ പഠിച്ചു തുടങ്ങിയല്ലോ, ആ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടില്ലേ? അത് തന്നെയാണ്. പേടി ഉണ്ടാവും എല്ലാവർക്കും. നമുക്ക് എന്താ പറയാ, നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് നല്ലോണം പേടി ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആണ്. നിങ്ങൾ എന്താ പറയാ, പേടിയുള്ള കാര്യങ്ങൾ ആ പേടി മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. എനിക്ക് ആങ്സൈറ്റി വരും, വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വാർണിംഗ് സെൻഷൻ. എടാ, ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അഫ്കോഴ്സ് എന്താ പറയാ, ഞാൻ എന്തായാലും നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കാണാൻ എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ, ഞാൻ ഇതേപോലെ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങൾക്ക് സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇതേപോലെ ഫിസിക്കലി നിങ്ങൾക്ക് സെൻസേഷൻസ് തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരിക്കും. മേ ബി ആങ്സൈറ്റിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ആദ്യം തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു അത്രയും ഭേദമാണ്. ഞാൻ സെക്കൻഡിനെ കൺസൾട്ട് ചെയ്തു, ബട്ട് നോ എഫക്ട്. ഓക്കെ, സോ ചേഞ്ച് ചെയ്ത് നോക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞാല്, ഇപ്പൊ സൈക്കോളജിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് നമ്മൾ മനസ്സിലാവും, പിന്നെ ഒരു ഏജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് അതൊക്കെ അവിടെ ചില സമയത്ത് വർക്ക് ചെയ്യാറുണ്ട്. നാം ചിലപ്പോ എനി സെൻസ് പറയുകയാണെങ്കിലും ചില ആൾക്കാർക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അവരിങ്ങനെ വെറുതെ ഉപദേശം തന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഉപയോഗം ഉണ്ടായില്ല എന്ന് പോലെ തോന്നും. സോ മാറി നോക്കാം, ചേഞ്ച് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ അടുത്തത് ഓക്കെ 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 ഓക്കെ, താങ്ക്സ് കംപ്ലീറ്റ്. നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് അവിടെ തന്നെയുള്ള ഇപ്പൊ ഞാൻ അഫ്കോഴ്സ് ബേണിംഗ് സെൻസേഷൻ പോലുള്ള കാര്യങ്ങൾ, അത് മാത്രമല്ല എന്താ പറയാ, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അത് നിങ്ങളെ വൈകിപ്പിക്കരുത്. ഓൺലൈൻ, മേ ബി ഓൺലൈനിന്റെ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോ. ഓഫ്ലൈൻ മേ ബി കുറച്ചും കൂടി വർക്ക് ആയിട്ടുണ്ടാവാം. കറക്റ്റ് എനിക്ക് അതിനൊരു ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല ഇപ്പോ. എടാ, സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരൊരു മരുന്നാണ് നമുക്ക് തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിന്റെ വയ്യായ്ക തോന്നുകയാണെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് ഒരു സൈക്കോളജിസ്റ്റിനെയാണ് കാണിക്കാനുള്ളത്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയാണ് നമ്മൾ കാണിക്കാനുള്ളത്. സൈക്യാട്രിസ്റ്റ് നമുക്ക് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോ മരുന്ന് കഴിക്കരുത്, മരുന്ന് ദോഷമാണ് എന്നല്ല ഞാൻ പറയുന്നത്. മരുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എഫക്ട് തോന്നില്ല, നമുക്ക് ബാക്കി തെറപ്പീസ് അറ്റൻഡ് ചെയ്യാം. CBT പോലുള്ള തെറപ്പി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് തോന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ സൈക്കോളജിസ്റ്റിനെ പ്രിഫർ ചെയ്യും. നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുമെന്ന് സൈക്കോളജിസ്റ്റ് തന്നെ പറയും. ഓക്കെ, ഉള്ളത് കൊണ്ട് ഒരു പേര് പറയാൻ എന്ത് ചെയ്യുന്നൊക്കെയാ ചോദിച്ചേ. ആക്ച്വലി സപ്പോർട്ട് അല്ല കിട്ടിയതാണ്. ആക്ച്വലി PCOD. ഓക്കെ, സോ അശ്വതി, താങ്ക് യു സോ മച്ച് ഫോർ ഓപ്പണിംഗ് അപ്പ്. ലൈക്ക് ഇങ്ങനൊരു സ്പേസിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത്. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യു. എടാ, നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമുക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യും നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മളെപ്പോഴും സപ്പോർട്ടിങ് ആവുക എന്നുള്ളത്. ഒരു പക്ഷെ അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിന്റെ തീവ്രത മനസ്സിലാകാത്തത് കൊണ്ടാണ്.
അപ്പോ അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക, നിങ്ങൾ സംസാരിക്കുക. ഒരു കപ്പിൾ തെറപ്പി ബെറ്റർ ആയിരിക്കും ചിലപ്പോ. ഓക്കെ, സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നില്ല എന്നെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു കപ്പിൾ തെറപ്പി ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, നമ്മുടെ പാർട്ട്ണറിന് മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ആ പാർട്ട്ണർ മോശമാണെന്നോ നമ്മുടെ ലൈഫ് ഫുള്ള് പോയെന്നോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മുടെ പാർട്ട്ണർ എന്നതിലുപരി നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെൽഫ് കെയർ ആർക്കൊക്കെ ചെയ്യാൻ ഇവിടെ ഇഷ്ടമാണ്? ഓക്കെ, സെൽഫ് കെയർ ചെയ്യാൻ ഇഷ്ടമാണ്. നിങ്ങൾ എങ്ങനെയുള്ള സെൽഫ് കെയർ ആണ് ചെയ്യുക? സ്കിൻ കെയർ ആണോ, അതോ എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി ഫോളോ ചെയ്യുന്നതാണോ, പാട്ട് കേൾക്കുന്നതാണോ, അങ്ങനെയൊക്കെയാണോ? കപ്പിൾ തെറപ്പി. സ്കിൻ കെയർ. ഓക്കെ, സ്കിൻ കെയർ അത് ലൈക്ക് ഹെയർ ഇഷ്ടമുള്ള ഹോബി. ഓക്കെ, അത് ആക്ച്വലി നല്ലൊരു സംഭവമാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഹോബി ആയാലും, ഇപ്പൊ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ദിവസം ഒരു 5 മിനിറ്റ് നിങ്ങൾ ആ ഒരു ഹോബിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക. എന്തോ ആയിക്കോട്ടെ, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ എനിക്ക് ഉപകാരം ഉണ്ടാവും. എടാ, ഇറ്റ്സ് കംപ്ലീറ്റ് ഓൾ. കാരണം നമ്മൾ ഒരു കാര്യം ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനമാണ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതെല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല, എല്ലാവർക്കും അതങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ല. നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കണം, അതവിടെ വേണം. അല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു പോയിന്റ് ഉണ്ടാവില്ല. നിങ്ങൾ അതിലെടുക്കുന്ന ഏത് ചെറിയ എഫേർട്ട് ആയാലും അത് മാറ്റർ ചെയ്യും. നമ്മൾ ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഹാബിറ്റ് ക്രിയേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനർത്ഥം ഒരു ദിവസം ഫുൾ നമ്മൾ ഭയങ്കര ശ്രദ്ധ കൊടുക്കുന്ന, അടുത്ത ദിവസം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ മറ്റേ പെട്ടെന്ന് നമുക്ക് ബോഡീന് ഇതൊക്കെ വന്നിട്ട് നമ്മൾ ജിമ്മിൽ പോകും, അടുത്ത ദിവസം നല്ല വേദന വരും, അപ്പൊ നമ്മൾ വീണ്ടും പോവില്ല. പക്ഷെ ആ വേദനയിലും നിങ്ങൾക്ക് ജിമ്മിൽ പോകാനുള്ള ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം എന്താ പറയാ, എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ എന്തായാലും എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. എന്താ പറയാ, നിങ്ങളുടെ ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ചോദിക്കാനുണ്ടോ? നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. നമ്മൾ അടുത്ത ദിവസം, ഒരു ദിവസം നമുക്ക് ഒരു ഫുൾ സ്കിൻ റൂട്ടീൻ ചെയ്യാൻ പറ്റും, അടുത്ത ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസം ജസ്റ്റ് ഒരു എന്താ പറയാ, ഫേസ് വാഷ് ചെയ്യുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചെറിയൊരു എമൗണ്ട് ചെയ്താൽ മതി. നമ്മളിൽ നിന്ന് എന്താ പറയാ, ആ ഒരു ചെറിയ കാര്യം ചെറുതായി ചെറുതായി ചെയ്ത് ചെയ്ത് ചെയ്താണ് നമുക്ക് അതിനെ വലുതാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് എല്ലാം മാറ്റണം എന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റുന്ന കാര്യം ആയിരിക്കില്ല. അതേപോലെയാണ് ഈ PCOS പറയുമ്പോൾ എല്ലാവരും പറയും നീ ഡയറ്റ് ചെയ്യ്, എക്സസൈസ് ചെയ്യ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് കേൾക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി, അതും പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ വരുമ്പോൾ പല ആൾക്കാർക്കും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വന്ന് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് ആ ഒരു ടെമ്പററി കുറച്ച് നേരത്തേക്ക് സമാധാനത്തോടെ ഒന്ന് മൂഡ് ബെറ്റർ ആവും. കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ ഗതി തന്നെ. അല്ലെങ്കിൽ പിന്നീട് മനസ്സിൽ ഗിൽട്ടാ വരുന്നത്, ഞാൻ ഇത്രയും മധുരം കഴിച്ചു, എനിക്കത് ദോഷാണ്, അതിനൊക്കെ പറ്റിയിട്ട് പിന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് ഗിൽട്ടാണ് വരുന്നത്. സോ നമുക്ക് ഇതിലിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, നമ്മള് ചെയ്യുന്ന കാര്യത്തില് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, എത്ര ചെറിയ കാര്യമായാലും. എനിക്കൊരു കൺട്രോൾഡ് മെഡിസിൻ തന്നിരുന്നു, ആ ടൈം ബെറ്റർ ആയിരുന്നു, നിർത്തിയപ്പോ പിന്നെയും ചെയ്യും. എടാ,
ഞാൻ ശരിക്കും പറയാണ്, നമ്മൾ ഇപ്പോ ഒരു മെഡിക്കേഷൻ തരുന്നത് അതിനെന്തെങ്കിലും ഇതുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ആ ഒരു കറക്റ്റ് ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ട് തന്നെ നമ്മളത് ഫോളോ ചെയ്യണം. പിന്നെ മരുന്നിൽ മാത്രം പറ്റില്ല. മരുന്നിന്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇൻ ദ സെൻസ് നമ്മൾ കുറച്ചും കൂടി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി സിൻസിയറിറ്റി വെച്ച് നമുക്കിത് വേണം, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനിപ്പോ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം പോലെ തോന്നുന്നുണ്ടോ? ഇതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, യെസ്, ദാറ്റ്സ് മൈ ഗേൾ. സോ ഹാപ്പി ഗൈസ്. ശരിക്കും നിങ്ങളെ കൊണ്ട് പറ്റും. എന്തായാലും എന്താ പറയാ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഷുഗർ റിലേന്റെ പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് തന്നാൽ മതി കേട്ടോ, ഞാൻ വായിച്ചിട്ട് റിപ്ലൈ തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഷുഗർ റിലേനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പെട്ടെന്ന് കടുകട്ടി ഡയറ്റ് ഒക്കെ എടുക്കുന്നതിനെ പറ്റിയിട്ട്. ആ കടുകട്ടി ഡയറ്റ് നമ്മൾ ആദ്യത്തെ ഒരു ദിവസം എടുക്കും, രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും കുറച്ചും കൂടി പറ്റും, മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ഫുൾ ഫ്ലോപ്പ് ആവും. അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പലപ്പോഴും. ഒരു ദിവസം പെട്ടെന്ന് മറ്റേ കടുകട്ടി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കയറിയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കും. അടുത്ത ദിവസം ഇതിന്റെ പകുതിയുടെ ഒരു കാൽ ഭാഗം പോലും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പോ അതിനേക്കാൾ ഭേദമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ ചൂസ് ചെയ്ത മൈക്രോ ഷിഫ്റ്റ് എന്ന സിസ്റ്റം. 15 മിനിറ്റ്സ് മൈക്രോ ഷിഫ്റ്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ഹാബിറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷുഗർലാൻഡ് ലൈവില് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെഷൻസിനെ പറ്റിയിട്ടും പിന്നെ ഡോക്ടേഴ്സിന്റെ തരുന്ന ഫുൾ അസസ്മെന്റ്, ഡൗട്ട് ക്ലിയറൻസ്, അങ്ങനെ ഒരുപാട് സെഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ PCOSനെ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ PCOSന്റെ നമ്മളിപ്പോ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ആ സ്റ്റേജിൽ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് റിവേഴ്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഡോക്ടർ ക്ലിയർ ആയി പറഞ്ഞു തരും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അവിടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഓപ്പൺ ആയിട്ട് ഡോക്ടറിനോടായാലും നിങ്ങളുടെ സപ്പോർട്ടിൽ ആരാണ് ഉള്ളത് അവരോട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണോ ഞാൻ പറയുന്നത്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ആപ്പില് വാട്ടർ എന്താ പറയാ ഇൻടേക്ക്, അതിന്റെ ഒരു ട്രാക്കർ ഉണ്ടാവും. ആൻഡ് ഓൾസോ നമുക്ക് ഡയറ്റിനെ പറ്റിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ഉണ്ടാവും. ആ ഡയറ്റിനെ പറ്റിയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാവും. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ്, ആൻഡ് ഓൾസോ ആ ഡൗട്ട്സിന്റെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വർക്ക്ഔട്ട്, എല്ലാ ദിവസവും വർക്ക്ഔട്ട്. അപ്പോൾ അതിന്റെ ഓരോ സെഷൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് ആപ്പിൽ കിട്ടുന്ന സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ ഓൾസോ ഡെയിലി അസസ്മെന്റ് ഉണ്ടാവും, വീക്ക്ലി അസസ്മെന്റ് ഉണ്ടാവും, മന്ത്ലി അസസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റാണ് ഉണ്ടായത്, ഇനി എവിടെയാണ് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, സോ ഓരോ ആഴ്ചയിലും നമുക്ക് നമ്മുടെ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 3 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് ആദ്യത്തെ ഒരു മാസം, സെക്കൻഡ് ഫേസ് രണ്ടാമത്തെ മാസം, മൂന്നാമത്തെ മാസം മൂന്നാമത്തെ ഫേസ്. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ്, സ്കിൻ ഇഷ്യൂസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ ഒരു 30 to 45 ഡേയ്സ് ആണ് നമുക്കിതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഒരു 45 ഡേയ്സ് കൊണ്ട് നമുക്കിതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും യൂസിങ് 15 മിനിറ്റ്സ് മൈക്രോ ഷിഫ്റ്റ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് 5000-ഓളം പേഷ്യൻസിൽ അവരുടെ റിവ്യൂ വെച്ചിട്ട്, അവരുടെ സർവീസ് കൊടുത്തിട്ട് അവർക്കുണ്ടായ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ സർവീസ് പറയുന്നത്, ഇതിന്റെ എഫക്റ്റീവ്നെസ് പറയുന്നത്.
ആൻഡ് ഓൾസോ ഫാറ്റി ലിവർ, ഡയബറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉള്ള ആളാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 90 to 120 ഡേ, അല്ല 60 to 120 ഡേയ്സ് നിങ്ങൾക്ക് PCOS റിവേഴ്സൽ ടൈം എടുക്കും. ഇപ്പോ ഗ്രേഡ് 2 ഫാറ്റി ലിവർ, അങ്ങനെ ഡയബറ്റിസ് അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു എന്താ പറയാ 90 to 120 ഡേ അങ്ങനത്തെ റേഷ്യോയിലായിരിക്കും. ഇതിപ്പോ ഞാൻ നമ്മുടെ PCOSനെ എത്ര ടൈം പീരീഡിൽ നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാം എന്നിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഇനിയിപ്പോ നിങ്ങൾക്ക് റെഗുലർ പീരിയഡ്സ് ആണ്, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കൊരു 45 to 60 ഡേയ്സിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും എന്താ പറയാ റിസൾട്ട് ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ 30 days മണി ബാക്ക് പോളിസി ഉണ്ട്. ഓക്കെ, സോ ആപ്പിളിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ വാട്ടർ ഇൻടേക്ക്, ഡെയിലി ആക്ടിവിറ്റി ട്രാക്കർ ഉണ്ടാവും, പിന്നെ നമ്മുടെ ഓരോ ദിവസത്തെ വർക്ക്ഔട്ട് ഉണ്ടാവും, പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ, പിന്നെ റെസിപ്പീസ് ഉണ്ടാവും, പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, പിന്നെ AI ബേസ്ഡ് സ്ലീപ്പ് ട്രാക്കർ, മൂഡ് ട്രാക്കർ, ഇതൊക്കെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൾസോ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി, ക്ലിയർ ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആപ്പിൽ ലഭ്യമാവുക. ഓൾസോ പിന്നെ വേറൊരു കാര്യം വരുന്നത്, നിങ്ങൾ ഇന്ന് നമ്മുടെ പ്ലാനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു വിത്തിൻ 1 day നിങ്ങൾ ജോയിൻ ചെയ്യാണ്, ഈ ലൈവിൽ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 35% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഫുൾ എമൗണ്ട് എന്ന്. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ നമ്മുടെ പ്രോഗ്രാമിലേക്ക്? ആരൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, എമൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഒരു ലിങ്ക് ഇപ്പോ കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എടാ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഞാനൊരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് പേയ്മെന്റും നമ്മുടെ പ്ലാൻസ്, എന്തൊക്കെ പ്ലാൻസ് ആണുള്ളത്, നമുക്ക് 3 month പ്ലാൻ ഉണ്ട്. അതിനൊപ്പം തന്നെ കംപ്ലീറ്റ് ആക്സസ് ഓഫ് അവർ ആപ്പ് ഉണ്ട്. വ്യൂ അവർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു സെഷൻ ഉണ്ട്. അതിനകത്ത് 45 ഡേയ്സിന്റെയും 90 ഡേയ്സിന്റെയും സെഷൻ ആണുള്ളത്. ഇന്ന് നിങ്ങൾ ഈ ലൈവ് കൂടി ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്ട്രാ ഒരു 35% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ആൻഡ് അർഫ 35 എന്നുള്ളതാണ് എൻ്റെ കൂപ്പൺ കോഡ്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി. സോ ഇത് 24 hours വാലിഡ് ആയിരിക്കും കേട്ടോ ഈ ഒരു കൂപ്പൺ കോഡ്. അതിനുശേഷം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ലൈവ് കൂടി 24 hours പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നിങ്ങൾക്ക് ആ ടാബിൽ പ്രൈസ് കാണാമല്ലോ, ആ പ്രൈസിൽ നിന്ന് 35% വീണ്ടും ഡിസ്കൗണ്ട് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ ഒരു മെന്റൽ ഹെൽത്ത് സൈഡിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പ്രശ്നങ്ങളോട് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ഹാപ്പിയാണ്. കാരണം നിങ്ങൾ അത് ഓപ്പൺ ആയിട്ട് പറയാൻ നിങ്ങൾ എന്നോട് കംഫർട്ടബിൾ ആയി എന്ന് പറയുന്നത് എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലാവും. ഓൾസോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുക. നമുക്ക് നമ്മുടെ ജോലിനെയും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. ആരും ചെറിയ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. അപ്പോ എന്തായാലും നിങ്ങൾ ഇതിന് എന്താ പറയാ നിസ്സാരമായിട്ട് തള്ളരുത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയേ പറ്റുള്ളൂ. ആൻഡ് 1 day we can make it happen. നമുക്ക് നമ്മുടെ PCOSനെ റിവേഴ്സ് ചെയ്യാൻ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമുക്ക് ബാക്ക് ചെയ്ത് കിട്ടും.
നമുക്ക് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, നിങ്ങൾ പഴയ ആ ഒരു സന്തോഷത്തോടെ നടക്കുന്നതും എന്താ പറയാ കംപ്ലീറ്റ്ലി ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് നടക്കുന്നത് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ലേ? ആ ഒരു മൊമെന്റ് നമുക്ക് ഇനിയും കിട്ടും. നിങ്ങൾ ഒരിക്കലും വൈകിട്ടില്ല. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പൊ തുടങ്ങുന്ന ആ ഒരു ചെറിയ സ്റ്റെപ്പ് പോലും ഇതിൽ നിങ്ങൾക്ക് ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോ നമ്മുടെ എന്താ പറയാ പ്ലാനിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ പറയോ. ഓക്കെ, വീട്ടിൽ ചോദിച്ചിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എപ്പോ വേണം എന്നെ അപ്രോച്ച് ചെയ്യാം. ഓൾസോ ഞാൻ പറഞ്ഞേ 24 hours ഈ ഒരു കൂപ്പൺ കോഡ് വാലിഡ് ആയിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ അറിയിക്കാൻ നോക്കുക മാക്സിമം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് പറയാവോ, ലൈക്ക് നിങ്ങളുടെ ഒരു റിവ്യൂ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ കിട്ടിയത്? ഓക്കെ, നോക്കിയിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നതെന്നൊന്ന് പറയാവോ? ലൈക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് റോ ആയിട്ട് പറഞ്ഞാൽ മതി. സ്വീറ്റ് കോട്ടിംഗ് ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാള് വോയിസ് ഓപ്പൺ ആക്കിയിട്ടോ കമന്റ് ബോക്സിലോ ഒന്ന് മെസ്സേജ് അയക്കോ. ഹലോ, പറയും. വളരെ നല്ലൊരു എന്താ പറയാ ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റി. അതിലൂടെ നമുക്ക് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ഒരു എനർജി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് അറിയിക്കാനും അപ്പൊ അതിന് വേണ്ട സജഷൻസ് തരാനും നമുക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇന്നത്തെ ഈ സെക്ഷനിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ശരിക്കും പറ്റും. നിങ്ങൾ ഇപ്പോ സുസ്മിതയെ പോലെ തന്നെ ഈ മീറ്റിംഗിൽ കയറിയിട്ടുള്ള പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ ചെറിയൊരു സ്റ്റെപ്പ്, എത്ര ചെറിയ സ്റ്റെപ്പ് എടുത്താലും അത് തന്നെയാണ് ഏറ്റവും വലുത്. ഓക്കെ, സോ എനിക്ക് അത്രയാണ് പറയാനുള്ളത്. പിന്നെ എല്ലാരും ഹാപ്പി അല്ലേ? നമുക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ആകെ 15 ആൾക്കാരേ ഉള്ളൂ. ഒരു ചെറിയ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റി ചെയ്തിട്ട് പോയാലോ? ഞാൻ ഗ്രൂപ്പിൽ പറയുമ്പോഴേക്കും എല്ലാവരും ലൈക്ക് പല സ്ഥലത്തിരുന്നിട്ട്, അപ്പൊ നിങ്ങളിപ്പോ 15 ആൾക്കാർ ഒരുമിച്ചുണ്ടല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി ചെയ്താലോ? ഓക്കെ അല്ലേ? നിങ്ങളുടെ അടുത്തൊരു പേനയും പേപ്പറും എടുക്കാനുണ്ടാവോ? ഇല്ലെങ്കിൽ വേഗം പോയി ഒരു പേനയും പേപ്പറും എടുത്തിട്ട് വായോ. എടുത്തിട്ട് വന്നോ? ഞാനും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാവേ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും 4 ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിനൊരു ബോക്സ് ആക്കുക. ഞാൻ ചെയ്ത കറക്റ്റ് ഒന്നുമില്ല, എന്നാലും ഏകദേശം ഒരു ഇങ്ങനെയൊക്കെ. വരച്ചോ? ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പൊ എവിടെയാണുള്ളത് അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോളത്തില്, ഏതെങ്കിലും ഒരു 3 കോളത്തിൽ നിങ്ങൾ ഡോട്ട് ഇടുക. ജസ്റ്റ് അതെ, ഇഷ്ടമുള്ള ഏതെങ്കിലും 3 കോളത്തില്. ഓക്കെ, അതിനുശേഷം ഈ ഡോട്ടിന് ചുറ്റും ഇങ്ങനെ സ്പൈറൽ ചെയ്ത് കൊടുക്കുക. സ്പൈറൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ തോട്ട്സ് കംപ്ലീറ്റ്ലി ഈ പേനയിലോട്ടും ഈ ബുക്കിലോട്ടും ആയിരിക്കണം. നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ
ഈ പേനയിൽ നിന്ന് എങ്ങനെയാണ് ഈ മഷി ബുക്കിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പതുക്കെ റിലാക്സ് ആയിരുന്നിട്ട് ഡീപ് ബ്രെത്ത് എടുക്കുക. പേനയുടെ ആ പോയിന്റിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഒരു ടിപ്പിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ പേനയുടെ ഉള്ളിൽ നിന്ന് മഷി വരുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, എക്സേൽ ചെയ്യുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് മനസ്സിലെ ബാക്കി തോട്ടുകളെല്ലാം മാറ്റി നിർത്തി നിങ്ങൾ നിങ്ങളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു കംഫർട്ട്, നിങ്ങൾക്കിപ്പോ എന്താ പറയാ, കാലിലടിക്കുന്ന തണുപ്പോ, നിങ്ങൾ തലയിലിരിക്കുന്ന ചാരിയിരിക്കുന്നതിന്റെ സോഫ്റ്റ്നെസ്സോ അതൊക്കെ ഫീൽ ചെയ്യുക. അതിനോടൊപ്പം തന്നെ സ്പൈറൽ ചെയ്യുക. ആ ഒരു പേനയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇതേപോലെ തന്നെ ബാക്കി 2 ഡോട്ടിലും ആ ഡോട്ടിന് ചുറ്റും ഇങ്ങനെ സ്പൈറൽ ചെയ്തുകൊണ്ടിരിക്കുക. പേനയുടെ തുമ്പത്ത് നിന്ന് ഫോക്കസ് പോകരുത്. പേനയുടെ തുമ്പത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഇൻ, ഹോൾഡ്, എക്സേൽ. പതുക്കെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ബാക്കി തോട്ട്സ് എല്ലാം മാറ്റി നിർത്തുക. പുറത്ത് ഒരുപാട് സൗണ്ടുകൾ വേറെ ഉണ്ടാവും. മനസ്സിലും ഇതേപോലെ വേറെ തോട്ടുകൾ ഉണ്ടാവും. അതിനൊക്കെ മാറ്റി നിർത്തുക. പേനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഉള്ളത് ഈ മൊമെന്റിലാണ്. ഈ മൊമെന്റിലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പേനയിൽ സ്പൈറലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കൂടെ പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഇൻ, ഹോൾഡ് യുവർ ബ്രെത്ത്, എക്സേൽ. പതുക്കെ പതുക്കെ ചെയ്താൽ മതി, റിലാക്സ്ഡ് ആയിട്ട് ചെയ്താൽ മതി. ആ ഒരു പേനയുടെ ടിപ്പില് ആ ഒരു പേപ്പറിൽ ഉരസുമ്പോ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ഇല്ലേ, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പേനയിൽ ഇങ്ങനെ ടിപ്പ് പേപ്പറിൽ മുട്ടുമ്പോ ആ സൗണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പേനയുടെ ടിപ്പിലേക്ക് നോക്കി അതിൽ നിന്ന് എങ്ങനെയാണ് മഷി വരുന്നത് എന്ന് നോക്കി ശ്വാസം നേരെ വലിക്കുക. റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞില്ലെങ്കിൽ ടൈം എടുത്തോളൂ. സമയം എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പതുക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ചെയ്തിട്ട്? എന്താ ഫീൽ ചെയ്തേ? ഇതൊരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റി ആട്ടോ. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പെട്ടെന്ന് ഉണ്ടാവുന്ന തോട്ട്സിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റിയാ. എന്താ ഫീൽ ചെയ്തതെന്നൊന്ന് വേഗം പറയോ? വോയിസ് ഓൺ ആക്കി പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ.
ഉറക്കം വരുന്ന പോലെ തോന്നി. കുറച്ച് ആൾക്കാർക്ക് ഉറക്കം വരും, കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും, കുറച്ച് ആൾക്കാർക്ക് റിലാക്സ്ഡ് ആയ പോലെ ഫീൽ ചെയ്യും. ഇതേപോലെ ഇതൊരു റിലാക്സിങ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആക്ടിവിറ്റി ആണ്. നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കി തോട്ട്സിനൊക്കെ നമ്മൾ മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് കാമാവും. അതിനുശേഷം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഷാർപ്പായിരിക്കും, നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് കിട്ടും. ഓക്കെ, അപ്പൊ എപ്പൊ നിങ്ങളുടെ ഫോക്കസ് പോകുന്നോ, എപ്പൊ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ ആ കൺഫ്യൂഷനെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് വിട്ടിട്ട് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ റീൽസ് തോണ്ടി നിങ്ങൾ എന്താ പറയാ നമ്മുടെ മൈൻഡിനെ ഡിവീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഈ ലൈവിലിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം കേട്ടിരുന്നതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. എനിക്ക് എന്തായാലും കുറച്ച് വളരെ നല്ല നിമിഷങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും ഇതേപോലെ ലൈവിൽ കാണാം. അപ്പൊ അതുവരെ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാരും സ്വസ്ഥായിട്ട് സമാധാനമായിട്ട് ബാക്കി തോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് സുഖമായി പോയി കിടന്ന് ഉറങ്ങിക്കോളും. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും, നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഉറങ്ങാൻ പറ്റും. ഓക്കെ, ബൈ.